ഇന്നെൻ്റെ ലൈഫിൽ ഏറ്റവും സന്തോഷമുള്ള ദിവസമാണ് കോൺവക്കേഷൻ ഡേ ആണ്. അങ്ങനെ ഫൈനലി ഞാൻ MBA കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ. ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു കേട്ടോ. നമ്മുടെ ലൈഫിൽ ചില ആഗ്രഹങ്ങളുണ്ടാവില്ല, ചില സാഹചര്യങ്ങൾ കൊണ്ട് നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തത്. അങ്ങനെ ഒരു ആഗ്രഹമായിരുന്നു MBA എടുക്കുക എന്നുള്ളത്. എൻ്റെ BBA കഴിഞ്ഞ് MBAക്ക് എൻട്രൻസ് ചെയ്തിരിക്കുമ്പോഴാണ് എൻ്റെ അമ്മ മരിക്കുന്നത്. ആ സാഹചര്യം കൊണ്ട് എനിക്ക് MBAക്ക് ജോയിൻ ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. കുറേ കോളേജിൽ നിന്ന് MBAക്ക് അഡ്മിഷൻ കാർഡൊക്കെ വീട്ടിൽ വന്നിട്ടും ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം എൻ്റെ ടീച്ചേഴ്സും ഫ്രണ്ട്സും ഒക്കെ ചോദിക്കായിരുന്നു, ഗീത എന്താ MBAക്ക് ജോയിൻ ചെയ്യാത്തത്? എൻ്റെ HOD സുനന്ദ മിസ് പറയായിരുന്നു, ഗീത കോളേജ് ഫസ്റ്റൊക്കെ ആയിട്ട് എന്താ പഠിക്കാത്തത് MBA എന്നൊക്കെ. ആ സിറ്റുവേഷനിൽ ഞാൻ ബാംഗ്ലൂർ ജോലിയൊക്കെ ആയിട്ട് അങ്ങനെ നടന്നു. പിന്നെ മാരേജൊക്കെ കഴിഞ്ഞ് നമ്മുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് ഒരാളുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഏതാഗ്രഹം നടത്തിയെടുക്കാൻ പറ്റില്ല. എൻ്റെ ഹസ്ബൻഡ് എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരുപാട് ലക്കിയാണ് അങ്ങനത്തെ ഒരു ഹസ്ബൻഡിനെ കിട്ടിയതിൽ ഞാൻ ദൈവത്തിനോട് നന്ദി പറയുന്നു. എൻ്റെ അമ്മ ഒരുപാട് ഹാപ്പി ആയിരിക്കും. എൻ്റെ അമ്മയുടെയും ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഞാൻ MBA എടുക്കുക എന്നുള്ളത്. അപ്പം ഞാൻ MBAക്ക് ജോയിൻ ചെയ്തിട്ടുള്ള തൊട്ടുള്ള കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ഞാൻ 5th മന്ത് പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോഴാണ് ഞാൻ ഫസ്റ്റ് സെമസ്റ്റർ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ എനിക്ക് പ്രഗ്നൻസിയുടെ ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നു ട്രാവൽ ചെയ്യാനൊക്കെ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡാണ് എന്നെ എക്സാം സെൻറ്റർ വരെ കൊണ്ടുപോയി വിട്ടതും. ആളവിടെ എക്സാം കഴിയണ വരെ 3 hours വെയിറ്റ് ചെയ്യായിരുന്നു. കാറിൽ തന്നെ ഇരുന്ന് വർക്ക് ചെയ്യും. അതുപോലെ തന്നെ എൻ്റെ ആമിക്കുട്ടി സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്തിട്ട് ഞങ്ങൾ കാറിൽ കൊണ്ടുപോയിട്ട് ആമിക്കുട്ടിയും അവിടെ ഇരുന്ന് വെയിറ്റ് ചെയ്യായിരുന്നു എൻ്റെ എക്സാം കഴിയണ വരെ. ആമിക്കുട്ടിക്ക് കുറേ ദിവസങ്ങൾ പനിയൊക്കെ ആയിട്ട് കാറിൽ വെയിറ്റ് ചെയ്തത് സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ആലോചിച്ചിട്ട് അന്ന് ഞാൻ ഒരുപാട് കരഞ്ഞിട്ടും എക്സാമിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്തിരുന്നത് എൻ്റെ ഹസ്ബൻഡാണ്. നീ വിഷമിക്കൊന്നും വേണ്ട, വീട്ടിലത്തെ കാര്യങ്ങളായാലും എനിക്ക് പ്രഗ്നൻ്റായിട്ട് ചെയ്യാനും പഠിക്കാനും ഒക്കെ ആളാണ്. ആളുടെ വർക്കും എല്ലാം ഉണ്ടായിട്ട് വീട്ടിലത്തെ കാര്യങ്ങളായിക്കോട്ടെ പഠിക്കാൻ വേണ്ടിയിട്ടും എല്ലാത്തിനും ഹെൽപ്പ് ചെയ്ത് തുടങ്ങുന്നത് എൻ്റെ ഹസ്ബൻഡാണ്. അപ്പോൾ നമ്മുടെ ലൈഫിൽ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ ഒരാളുണ്ടെങ്കിൽ നമ്മുടെ ഏത് ആഗ്രഹവും സാധിച്ചെടുക്കാൻ ആർക്ക് വേണമെങ്കിലും പറ്റും. അപ്പോൾ ഇനി പോലെ കല്യാണം കഴിഞ്ഞു, കുട്ടികളായി, അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആണ്, ഇനി പഠിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ പാതി വഴിയിൽ പഠിത്തമൊന്നും ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല. നമ്മളെ മനസ്സിലാക്കുന്ന, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഏതാഗ്രഹം എപ്പോൾ വേണമെങ്കിലും നമുക്ക് സാധിച്ചെടുക്കാൻ പറ്റും. ഞാൻ എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് 2nd സെമസ്റ്റർ എക്സാമൊക്കെ എഴുതുമ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ വന്നിട്ടാണ് വീട്ടിലത്തെ കാര്യങ്ങളും കുക്കിങ്ങും നിലു ബേബീനെ നോക്കുന്നതും. നിലു ബേബിക്ക് ഒരു 3-4 മാസമുള്ളപ്പോൾ തൊട്ടേ ഞാൻ നെക്സ്റ്റ് സെമസ്റ്റർ എക്സാമിന് പോയിരുന്നു. നിലു ബേബി ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്ത് കരയാണ്ടൊക്കെ ഇരുന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഹസ്ബൻഡ് അനിയൻ എപ്പോഴും അമ്മേനെ കൊണ്ടുവന്നാക്കാനും കൊണ്ടുവരാനൊക്കെ ബാംഗ്ലൂർക്ക് വരാറുന്നു. പിന്നെ എൻ്റെ ഫാമിലിയിൽ എൻ്റെ ചേച്ചി അച്ഛനൊക്കെ ഒരുപാട് ഹാപ്പിയാണ്. അവരെ പ്രാർത്ഥന എപ്പോഴും ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ അരിച്ചേട്ടൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട്, അപ്സലിക്കും വിജയ് ചേട്ടനും. അവർ എൻ്റെ MBAയുടെ റീജിയണൽ സെൻറ്ററിൻ്റെ അടുത്തായിരുന്നു അവരുടെ റൂം. അപ്പോൾ ഞാൻ എന്തെങ്കിലും അസൈൻമെൻറ്റിൻ്റെ അല്ലെങ്കിൽ പ്രോജക്റ്റിൻ്റെ അപ്ഡേറ്റ് ഒക്കെ നോക്കാൻ വേണ്ടി അവരെ വിളിച്ച് പറയുമ്പോൾ അവരവരെ വർക്കൊക്കെ മാറ്റി വെച്ചിട്ട് അപ്പം തന്നെ പോയിട്ട് അന്വേഷിക്കും. അവരൊരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങൾക്കും. പിന്നെ എൻ്റെ സുനന്ദ മിസ്സ് എൻ്റെ റോൾ മോഡലാണ്. എൻ്റെ MBAക്ക് പ്രോജക്റ്റിന് ഗൈഡില്ല, മിസ്സേന്ന് വിളിച്ച് പറയേണ്ട താമസമില്ല. മിസ്സ് പറഞ്ഞു അതിനെന്തെങ്കിലും ഇത് ഞാൻ ഗൈഡാവാം, ഞാൻ എല്ലാം പ്രോജക്റ്റൊക്കെ നോക്കാമെന്ന് പറഞ്ഞിട്ട് എനിക്ക് സൈൻ ചെയ്ത് തന്നത് സുനന്ദ മിസ്സാണ്. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് എനിക്ക് പ്രോജക്റ്റിന് റെഫറൻസിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സായ നികിതോട് അനുകൂടൊക്കെ പറഞ്ഞപ്പോൾ അവരെനിക്ക് റെഫറൻസൊക്കെ അയച്ചു തന്നു. അപ്പോൾ എൻ്റെ ഈ വിജയത്തിന് പിന്നിൽ ഒരുപാട് പേരുണ്ട്. അപ്പോൾ നിങ്ങൾ ഇനി പഠിക്കാൻ ആഗ്രഹമുള്ളവരെല്ലാവരും ഏജും ഇതൊന്നും റെസ്ട്രിക്ഷനായി വെക്കേണ്ട, എല്ലാവരും മുന്നോട്ട് വന്ന് പഠിക്കുക. എല്ലാവരും ഞാൻ ഈ അവസരത്തിൽ ഓർക്കണു. എൻ്റെ സക്സസ്സിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരോടും ഒരു ബിഗ് താങ്ക്സ് പറയണു. അവരില്ലായിരുന്നെങ്കിൽ എനിക്ക് ഇവിടെ എത്താൻ പറ്റില്ലായിരുന്നു.